ഈ യൂണിറ്റിൽ 4 ലാബ്സ് ആണ് ചെയ്യാനുള്ളത്. ആദ്യം FortiGateന്റെ സിസ്റ്റം സെറ്റിംഗ്സ്, അതായത് IP അഡ്രസ് അസൈൻമെന്റ്, സ്റ്റാറ്റിക് ആയിട്ട് DHCP ഉപയോഗിച്ചിട്ട് എങ്ങനെ IP അഡ്രസ് അസൈൻ ചെയ്യാന്നുള്ളതാണ്. രണ്ടാമത് കമാൻഡ് ലൈൻ ഇന്റർഫേസിലെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡുകൾ, പിന്നീട് ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ഓഫ് കോൺഫിഗറേഷൻ, ഫൈനലി അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത്. ഇതാണ് ലാബ് ടോപ്പോളജി. പോർട്ട് 1-ന് ഹോസ്റ്റ് സിസ്റ്റത്തിന്റെ റേഞ്ചിലുള്ള IP അഡ്രസ് കൊടുക്കണം. ഈ ക്ലൗഡ് മീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ക്ലൗഡ് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ഹോസ്റ്റ് മെഷീനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഹോസ്റ്റ് മെഷീൻ്റെ IP 192.168.1.40 ആണ്. സോ 192.168.1 റേഞ്ചിലുള്ള ഒരു IP അഡ്രസ് വേണം പോർട്ട് 1-ന് അസൈൻ ചെയ്യാം. അതേപോലെ ഈ ഒരു കണക്ടിവിറ്റിയെ നമുക്ക് ഇന്റർനെറ്റ് കണക്ടിവിറ്റി അല്ലെങ്കിൽ വാൻ കണക്ടിവിറ്റി ആയിട്ട് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പോർട്ട് 1-ന് നമ്മൾ റോള് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ആ റോള് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ പോർട്ട് വാൻ പോർട്ട് ആയിട്ട് കൊടുക്കുക. അതേപോലെ പോർട്ട് 2 ലാൻ പോർട്ട് ആയിട്ടും കൊടുക്കുക. പോർട്ട് 1-ന് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് IP അസൈൻ ചെയ്യും. പോർട്ട് 2 ഡൈനാമിക്, അല്ലെങ്കിൽ പോർട്ട് 2-ന് സ്റ്റാറ്റിക് IP അസൈൻ ചെയ്ത് കൊടുക്കും. പക്ഷെ പോർട്ട് 2-ന് കണക്ട് ചെയ്തിട്ടുള്ള ഈ രണ്ട് ക്ലയന്റ് സിസ്റ്റത്തിന് DHCP ഉപയോഗിച്ച് IP അഡ്രസ് അസൈൻ ചെയ്ത് കൊടുക്കും. പിന്നെ ഈ പോർട്ട് 1-ന് നമ്മൾ ഇനീഷ്യൽ ആയിട്ടുള്ള IP അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം CLI മോഡ്, അതായത് കമാൻഡ് ലൈനിൽ പോയിട്ട് കോൺഫിഗ് സിസ്റ്റം ഇന്റർഫേസ് എന്നുള്ള കമാൻഡ് കൊടുക്കുക. അതായത് എൻ്റർ ഇന്റർഫേസ് ടു കോൺഫിഗറേഷൻ മോഡ്. പിന്നെ എഡിറ്റ് പോർട്ട് 1, സെലക്ട് ഇന്റർഫേസ് പോർട്ട് 1 ടു എഡിറ്റ്. അതായത് ഇനി അങ്ങോട്ടേക്ക് കൊടുക്കുന്ന കമാൻഡുകളൊക്കെ പോർട്ട് 1-നാണ്, അല്ലെങ്കിൽ പോർട്ട് 1-ൽ കോൺഫിഗർ ചെയ്യണം എന്നുള്ളതാണ്. എന്നിട്ട് സെറ്റ് അലോ ആക്സസ് HTTPS HTTP പിങ് SSH, അതായത് മാനേജ്മെന്റ് ആക്സസുകളിലുള്ള ട്രാഫിക് ആയിട്ട് ഈ ഇത്രയും ട്രാഫിക്കുകളെ പെർമിറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് സെറ്റ് മോഡ് സ്റ്റാറ്റിക്, അതായത് DHCP ഉപയോഗിച്ചും IP അസൈൻ ചെയ്ത് കൊടുക്കാം, സ്റ്റാറ്റിക് ആയിട്ടും IP അസൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ പോർട്ട് 1-ന് സ്റ്റാറ്റിക് ആയിട്ട് IP അസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സെറ്റ് മോഡ് സ്റ്റാറ്റിക് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുന്നത്. നെക്സ്റ്റ് സെറ്റ് IP 192.168.1.198, മാസ്ക്. പിന്നെ നെക്സ്റ്റ് എൻഡ് കറന്റ് എഡിറ്റിംഗ്, അതായത് കറന്റ് എഡിറ്റിംഗ് എൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ ഈ കൊടുത്തിട്ടുള്ള കോൺഫിഗറേഷൻസ് ഒക്കെ അവിടെ സേവ് ആകുന്നുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന കോൺഫിഗറേഷൻസിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് കമാൻഡ് അടിക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് എറർ കാണിക്കും. ഫൈനലി ഈ കോൺഫിഗ് സിസ്റ്റം ഇന്റർഫേസ് എന്ന് പറയുന്ന കോൺഫിഗറേഷൻ മോഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എൻഡ് എന്നുള്ള കമാൻഡ്. ആദ്യം ഈ ടോപ്പോളജി ക്രിയേറ്റ് ചെയ്യുക, ഫയർവാൾ ആഡ് ചെയ്യുക, ആഡ് ആൻ ഒബ്ജക്റ്റ്, നോഡ്, FortiGate, സേവ്. പിന്നെ ഹോസ്റ്റ് മെഷീനുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്ലൗഡ് വേണം. അതിന് നെറ്റ്വർക്ക് എടുക്കാം. നെറ്റ്വർക്കിൽ മാനേജ്മെന്റ് സെലക്ട്, ആഡ് ആൻ ഒബ്ജക്റ്റ്, നോഡ്, 2 വിർച്വൽ PC വേണം, PPC, സേവ്.
നമുക്ക് എണ്ണം കൊടുക്കാവുന്നതാണ്. ഒന്നിലധികം വേണമെങ്കിൽ ഇവിടെ അതിൻ്റെ എണ്ണം കൊടുത്തിട്ട് സേവനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ 2 പീസ് കിട്ടും. ഇവിടെ ഒരു സ്വിച്ച് കൂടെ വേണം. അതിനു വേണ്ടിയിട്ട് ആഡ് ആൻ ഒബ്ജക്റ്റിൽ നോഡല്ല നെറ്റ്വർക്കിൽ ബ്രിഡ്ജ് സേവ്. ഇത് കണക്ട് ചെയ്യുക, സേവ്. പിന്നെ പോർട്ട് 1 ഈ ക്ലൗഡുമായിട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാനേജ്മെന്റ് പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുക. പോർട്ട് 2 സ്വിച്ചുമായിട്ട് കണക്ട്. ഇതിന്റെ IP നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 192.168.1.198. ഇത് 192.168.1.1, 190 ഇല്ല 172 16.1.1. പിന്നെ ഇതിന്റെ സ്റ്റാറ്റിക് IP വേണ്ട, നമുക്ക് ഡൈനാമിക് IP കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ DHCP സെർവർ എനേബിൾ ചെയ്തിട്ട് ഇതിന് ഡൈനാമിക് ആയിട്ട് IP അസൈൻ കൊടുക്കാം. ദെൻ ഇത് റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് ചോദിച്ചിട്ട് ഓപ്പൺ SSH കണ്ടിട്ട് അതിന്റെ RLogin ക്ലയന്റ് ക്ലിക്ക് ചെയ്തത്. ഇത് വിർച്വൽ മെഷീൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇനീഷ്യൽ IP സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതേസമയം നമുക്കൊരു FortiGateന്റെ ഡിവൈസ് ആയിരുന്നെങ്കിൽ അതിലൊരു IP ഉണ്ടാകും, ഒരു ഡിഫോൾട്ട് IP ഉണ്ടാകും. അതായത് 192.168.1.19 ഇതാണ് അതിന്റെ ഡിഫോൾട്ട് IP. അതേപോലെ ഡിഫോൾട്ട് യൂസർ നെയിം അഡ്മിൻ ആണ്, പാസ്വേഡ് ബ്ലാങ്ക് ആണ്. ഓക്കെ, യൂസർ നെയിം അഡ്മിൻ, പാസ്വേഡ് ഇല്ല, അതുകൊണ്ട് സ്റ്റാൻഡേർഡ് കീ അടിച്ചു കൊടുക്കാം, പുതിയ പാസ്വേഡ് കൊടുക്കാം. പിന്നെ ആദ്യം കോൺഫിഗറേഷൻ മോഡിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺഫിഗ് സിസ്റ്റം ഇന്റർഫേസ് കൊടുക്കുക. നെക്സ്റ്റ് എഡിറ്റ് പോർട്ട് 1, നെക്സ്റ്റ് സെറ്റ് അലോ ആക്സസ്. അലോ ആക്സസ് HTTPയും HTTPSഉം കൊടുക്കുന്നത് നമുക്ക് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് വഴി ഡിവൈസ് ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ കണക്ടിവിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിൻ ചെയ്യേണ്ടി വരും. SSH എന്ന് പറയുന്നത് ഇതേപോലെ കമാൻഡ് ലൈൻ ആക്സസിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സെറ്റ് മോഡ് സ്റ്റാറ്റിക് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റാറ്റിക് മോഡിലേക്ക് മാറ്റുക. ഡിഫോൾട്ട് ആയിട്ട് ചിലപ്പോൾ അത് ഡൈനാമിക് മോഡ് ആയിരിക്കും, അല്ലെങ്കിൽ DHCP ആയിരിക്കും. ദെൻ സെറ്റ് IP 192.168.1.198. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹോസ്റ്റ് IPയുടെ റേഞ്ച് തന്നെ ആയിരിക്കണം. ഹോസ്റ്റ് സിസ്റ്റത്തിന്റെ. നെക്സ്റ്റ് ആൻഡ് എൻ്റർ, നെക്സ്റ്റ് എൻ്റർ. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് എറർ കാണും. ഓക്കെ, ഇനി നമ്മുടെ ഹോസ്റ്റ് മെഷീൻ്റെ IP 192.168.1.40 ആണ്. വേണമെങ്കിൽ ഒന്ന് പിന്നീട് നോക്കാം. 192.168.1.40. ഇവിടെ പിങ് എന്നല്ല, എക്സിക്യൂട്ട് പിങ്. ഓക്കെ, വർക്ക് ചെയ്യും. ഇനി ഇതിന്റെ ഈ IP 192.168.1.40
198 എന്ന് പറഞ്ഞ ഈ IP ഇവിടെ കൊടുക്കാം. ദെൻ യൂസർ നെയിം അഡ്മിൻ, പാസ്വേഡ് ഞാൻ കൊടുത്ത് 1 2 3 4 5 6 എന്നാണ് പാസ്വേഡ് കൊടുക്കുക. ലേറ്റർ ക്ലിക്ക് ഓൺ ഓക്കെ. നമ്മുടെ ഡാഷ്ബോർഡിൽ അല്ലെങ്കിൽ ഡാഷ്ബോർഡ് കാണാവുന്നതാണ്. അതുകൂടാതെ സ്റ്റാറ്റസിലേക്ക് നെറ്റ് സെക്യൂരിറ്റി, നെറ്റ്വർക്ക്, യൂസർ ഡിവൈസ് ഇങ്ങനെയുള്ള സ്റ്റാറ്റസുകൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് കാണാവുന്നതാണ്. നമുക്ക് ആദ്യം പോകേണ്ടത് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഈ ഒരു മെനുവിലേക്കാണ്. സോ ജസ്റ്റ് നെറ്റ്വർക്കിന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇന്റർഫേസിലേക്ക് അഗൈൻ പോർട്ട് 1 കണക്റ്റഡ് ആണ്, പോർട്ട് 2 കണക്റ്റഡ് ആണ്, പക്ഷെ IP ഒന്നും കോൺഫിഗർ ചെയ്തിട്ടില്ല. പോർട്ട് 1 നമ്മൾ നേരത്തെ കമാൻഡ് ലൈൻ ഇന്റർഫേസ് ഉപയോഗിച്ചിട്ട് ഈ IP കൊടുത്തിട്ടുണ്ട്, മാസ്കും കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൽ അലോ ചെയ്തിട്ടുള്ള ട്രാഫിക്. പോർട്ട് 2 നമ്മൾ IP അസൈൻ ചെയ്തിട്ടില്ല. സോ നമ്മുടെ ഫസ്റ്റ് ലാബിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം നമുക്ക്. ആദ്യം റിവ്യൂ ആൻഡ് കോൺഫിഗർ പോർട്ടുകൾ. അതായത് നമ്മൾ പോർട്ട് 1 IP കൊടുത്തത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. 192.168.1.198 ദെൻ മാസ്ക് ട്രാഫിക്. പിന്നെ ഇതിന്റെ സ്റ്റെപ്സ് ആണ്. നെറ്റ്വർക്കിൽ ഇന്റർഫേസ് എന്ന് പറയുന്ന ആ ഒരു കമാൻഡിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. പിന്നെ പോർട്ട് 1 ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇന്റർഫേസ് എഡിറ്റ് ചെയ്യുക. എന്നിട്ട് അതിനൊരു പേര് കൊടുക്കുക. ആ ഇന്റർഫേസ് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് എന്ന്, അതേപോലെ അതിന്റെ റോള് അൺഡിഫൈൻഡ് ആയിരിക്കും, അത് വാൻ എന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ അടിച്ച് സേവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ലാബിൽ. ജസ്റ്റ് ഈ പോർട്ട് 1 മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഒരു പേര് കൊടുക്കുക. എലിയാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേരാണ്. അത് ഇപ്പം ഔട്ട്സൈഡ് എന്ന് കൊടുക്കും, അല്ലെങ്കിൽ ഔട്ട്, സിംപ്ലി ഔട്ട്. ദെൻ ഇതിന്റെ റോളില് വാന്, ലാന്, DMC, അൺഡിഫൈൻഡ് ഇങ്ങനെയുള്ള 4 റോളുകൾ നമുക്ക് കാണാം. അതിൽ ഈ ഔട്ട്സൈഡ് ഇന്റർഫേസ് കണക്ട് ചെയ്യുന്നത് ഇന്റർനെറ്റിലേക്കാണ്. അതുകൊണ്ട് ഇത് നമ്മൾ വാൻ എന്ന് പറയുന്ന റോൾ അസൈൻ ചെയ്യും. പിന്നെ ഇവിടെ IP മാനുവലായിട്ട് IP നേരത്തെ കൊടുത്തിട്ടുണ്ട്. IP മാറ്റണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാവുന്നതാണ്. പിന്നെ ഈ ഇന്റർഫേസിന് DHCP വഴിയാണ് IP കിട്ടേണ്ടതെങ്കിൽ DHCP-യിലേക്ക് കിട്ടാം. പിന്നെ മറ്റ് ട്രാഫിക്കുകൾ HTTPS-ഉം HTTPS-ഉം പിങ്ങും കൂടാതെ മറ്റ് ട്രാഫിക്കുകൾ വേണമെങ്കിൽ അതും ജസ്റ്റ് ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഇതിലിപ്പോൾ ആകെ 2 കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഒരു പേര് കൊടുത്തു, റോള് ചേഞ്ച് ചെയ്തു. ക്ലിക്ക് ഓൺ ഓക്കെ. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് സേവ് ആയി. ഓക്കെ, അതാണ് ഫസ്റ്റ് എക്സസൈസ്. ദെൻ രണ്ടാമത്തേല് പോർട്ട് 2 DHCP സെർവർ എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ പോർട്ട് 2 IP അഡ്രസ് കൂടെ അസൈൻ ചെയ്യണം. അതായത് ഫസ്റ്റ് അതിനൊരു എലിയാസ് കൊടുക്കുക, ഇൻസൈഡ് നോ. ദെൻ റോള് ലാൻ. പിന്നെ അഡ്രസ്സിംഗ് മോഡ് മാനുവൽ IP ആണ്, ഈ IP കൊടുക്കുക 172.16.1.1. അതിനുശേഷം DHCP സെർവർ എനേബിൾ ചെയ്തിട്ട് 172.16.1.2 മുതൽ 1.254 വരെയുള്ള അഡ്രസ് റേഞ്ച് കൊടുക്കുക, നെറ്റ് മാസ്ക് കൊടുക്കുക, ഓക്കെ അടിക്കുക. അതിനുശേഷം വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു VPC-യിൽ പോയിട്ട് IP DHCP എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക. ദെൻ ഷോ IP കൊടുത്തിട്ട് IP വെരിഫൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് പോർട്ട് 2 ആണ് കോൺഫിഗർ ചെയ്യേണ്ടത്. സോ പോർട്ട് 2 മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇൻസൈഡ് എന്ന് ഒരു പേര് കൊടുക്കുക. അതിന്റെ റോള് ലാൻ ആണ്. സോ ലാൻ കൊടുത്ത് ദെൻ ഇവിടെ അഡ്രസ്സിംഗ് മോഡ് മാനുവൽ, ദെൻ IP
172.16.1.1/24. പിന്നെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് വേണമെങ്കിൽ മാത്രം ഇത് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ആക്സസ് ഒന്നും ചെയ്യുന്നില്ല. സോ വെരിഫൈ ചെയ്യണമെങ്കിൽ പിങ് കൊടുക്കാവുന്നതാണ്. DHCP സെർവറിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ അഡ്രസ് റേഞ്ച് വന്നിട്ടുണ്ട്. 172.16.1.1 മുതൽ 172.16.1.254 വരെയുള്ള റേഞ്ച്. മാസ്കും വന്നിട്ടുണ്ട്. പിന്നെ ഡിഫോൾട്ട് ഗേറ്റ്വേ ഇന്റർഫേസിന്റെ IP 172.16.1.1 ആ IP ഡിഫോൾട്ട് ഗേറ്റ്വേ ആയിട്ട് വരും. അതേപോലെ അത് തന്നെ DNS സെർവറായിട്ട് വരും. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും IP ഡിഫോൾട്ട് ഗേറ്റ്വേ ആയിട്ട് കൊടുക്കണമെങ്കിൽ ഇവിടെ സ്പെസിഫൈ ഉപയോഗിച്ച് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ DNSന്റെ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പെസിഫൈ ചെയ്യാം. ഇവിടെ DNS ശ്രദ്ധിക്കാം. നമുക്ക് ഇന്റർഫേസിന്റെ IP അതായത് 172.16.1.1 ആണ് DNS സെർവറായിട്ട് വരേണ്ടതെങ്കിൽ സെയിം ആസ് ഇന്റർഫേസ് IP എന്ന് പറയും. പിന്നെ അഥവാ അല്ല നമ്മൾ ഈ സിസ്റ്റത്തിന്റെ അതായത് ഈ FortiGate ഫയർവാളിൽ ഓൾറെഡി ഒരു DNS IP സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് DNS ആയിട്ട് കിട്ടേണ്ടതെങ്കിൽ അത് ഇവിടെ കൊടുക്കും. ഇത് രണ്ടും അല്ല, നമുക്ക് പുതിയൊരു IP ഫോർ എക്സാമ്പിൾ 8.8.8 ആണ് വേണ്ടതെങ്കിൽ അത് ഇവിടെ മെൻഷൻ ചെയ്യാം. then ഇവിടെ ക്ലിക്ക് ഓൺ ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഈ FortiGate ഫയർവാളിൽ ചെയ്യേണ്ടത്. പിന്നെ അത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് VPCയുടെ കൺസോളിൽ പോയിട്ട് IPDHCP എന്നൊരു കമാൻഡ് അടിക്കുക. then show IP കൊടുത്ത് വെരിഫൈ ചെയ്യും. അത് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. VPCയുടെ ഫസ്റ്റ് VPCയുടെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് ഇവിടെ IPDHCP കൊടുക്കുക. ഇവിടെ ഡോറ പ്രോസസ് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഷോ IP എന്ന് കൊടുത്താൽ 172.16.1.2 IP 1.1 ഗേറ്റ്വേ 8.8.8 DNS DHCP സെർവറിന്റെ IP ലീസ് ടൈം അങ്ങനെയുള്ള MAC അഡ്രസ് മറ്റ് ഡീറ്റെയിലുകളൊക്കെ അവിടെ നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ അടുത്ത VPCക്ക് IP അസൈൻ ചെയ്യണമെങ്കിൽ അത് ഇതേപോലെ IPDHCP എന്ന് പറഞ്ഞ കമാൻഡ് നമുക്കൊരു IP അസൈൻ ചെയ്യാം.